സോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് ലൈക്കൊക്കെ വാരി കൂട്ടാൻ കഴിയുന്ന തരത്തിലുള്ള 3 ഫോട്ടോഗ്രാഫി ഐഡിയാസും അതിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അപ്ഡേറ്റ് മുഴുവൻ ആ ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നതാണ്. മാത്രമല്ല ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് നല്ല എക്സ്പോഷർ വാല്യൂ നല്ല രീതിയിലൊന്ന് കുറച്ച് കണ്ട് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോയുടെ കൂടെ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ഒരു ഫോട്ടോ എടുക്കുക, അത് നമുക്ക് യൂസ്ഫുൾ ആവും. എക്സ്പോഷർ വാല്യൂ നല്ല രീതിയിലൊന്ന് കുറച്ചതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കാം. സ്നാപ്സീഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സെൻറ്ററിൽ കാണുന്ന ആ പെൻസിൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ലെൻസ് ബ്ലർ എന്നൊരു ഓപ്ഷൻ താഴത്തായിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സർക്കിളിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്താൽ അത് സ്ക്വയറായി മാറും. എന്നിട്ട് അതിൻ്റെ ട്രാൻസിഷൻ നല്ല രീതിയിൽ കുറയ്ക്കുക. അതിനുശേഷം സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, സൂം ഔട്ട് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ബ്ലറാവും. എന്നിട്ട് ആ പോയിന്റ് എടുത്തിട്ട് നേരെ ഒരു മൂലക്ക് കൊണ്ടുവയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ സ്നാപ്സീറ്റിൽ ബ്ലർ ചെയ്യൽ. അതിനുശേഷം നമ്മൾ ബ്ലർ സ്ട്രെങ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നല്ല രീതിയിൽ കൂട്ടി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ളത് അതിനനുസരിച്ച് കൂട്ടിയതിന് ശേഷം ടൺ ചെയ്യാം. വീണ്ടും നമ്മൾ ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡബിൾ എക്സ്പോഷർ എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇമേജ് ആഡ് ചെയ്യുക. നമ്മൾ കയ്യിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഒപ്പാസിറ്റി നല്ല രീതിയിൽ ഒന്ന് കൂട്ടി കൊടുക്കുക. താഴെ കാണുന്നതാണ് ഒപ്പാസിറ്റി. നല്ല രീതിയിൽ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി നമുക്കിത് മായ്ക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മുകളിൽ കാണുന്ന ലെയറിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിൽ വ്യൂ എഡിറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം വരും. അതിൽ നീല ഭാഗത്ത് കാണുന്ന ഡബിൾ എക്സ്പോഷർ ക്ലിക്ക് ചെയ്താൽ സെൻറ്ററിലുള്ള ആ ബ്രഷ് ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൈയിൻ്റെ ഭാഗം ഒരു സുമാറ് കണ്ടിട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് മുഴുവനായിട്ട് കൈ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഡബിൾ എക്സ്പോഷറിന് താഴെ കാണുന്നത് അത് 0 ആക്കിയിടാം. 0 ആക്കിയിട്ട് നമുക്ക് സൈഡുകളിൽ എവിടെയാണ് നമുക്ക് ബ്ലർ ചെയ്യാനുള്ളത് ആ ഭാഗം മാത്രം അവിടെ വെച്ചതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ ഇതുപോലെ മെല്ലെ നല്ല രീതിയിൽ സൂം ചെയ്തിട്ട് മെല്ലെ ഫുൾ രീതിയിൽ ബ്ലർ ചെയ്യുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിലൊന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി എവിടെയെങ്കിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനൊരു വഴിയുണ്ട്. നമ്മളെ ഈ ഡബിൾ എക്സ്പോഷർ 0 ഉള്ളത് 100 ആക്കുക. അതിനുശേഷം ആദ്യം അവിടെ വരച്ചു കൊടുത്താൽ അത് വീണ്ടും റീസ്റ്റോർ ആവും. പിന്നെ നമുക്ക് ബ്ലറാക്കാനായിട്ട് 0യിലേക്ക് തന്നെ കൊടുന്ന് വെച്ചാൽ മതി. ഇനി നമുക്ക് ആ ഫോട്ടോ നേരെ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്യാം. പിക്സാർട്ടിൽ സ്റ്റിക്കർ എടുത്തതിന് ശേഷം സ്റ്റിക്കറിൽ നമ്മൾ സെർച്ച് ചെയ്യണം എന്ത് യെല്ലോ എന്ന് സെർച്ച് ചെയ്താൽ മതി. യെല്ലോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കിട്ടും. അതിൽ നമ്മൾ ആ യെല്ലോ ഫ്ലെയർ എടുക്കുകയാണ് വേണ്ടത്. യെല്ലോ ഫ്ലെയർ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അഥവാ കൈയിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഗ്ലോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യുക. അതിൽ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ ഡാർക്കനോ ഇതിൽ ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഡാർക്കനാണ് സെലക്ട് ചെയ്യുന്നത്, അതാകുമ്പോൾ ഒന്നുകൂടെ പെർഫെക്ഷൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ഡാർക്കൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ഒന്നുകൂടെ കളറൊന്ന് കൂട്ടി കൊടുക്കുക. അതിനായിട്ട് അഡ്ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് എങ്ങനെയാണ് കയ്യൊന്ന് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ എടുക്കുക. സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യാം. സെർച്ച് ബാറിൽ ടിങ്കർ ബെൽ എന്ന് അടിച്ചു കൊടുക്കുക. നമ്മുടെ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള അഥവാ കാർട്ടൂണിൽ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ടിങ്കർ ബെൽ അതാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ടിങ്കർ ബെല്ലിന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് പറക്കുന്ന പൂമ്പാറ്റുള്ള മനുഷ്യക്കൂട്ടിനെ കാണാം. ബേബി ഡോളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ നിന്ന് അത് പാറിപ്പോകുന്ന രീതിയിൽ അഥവാ അത് സ്വതന്ത്രമായി വിട്ടു പോകുന്ന രീതിയിൽ നമ്മൾ കൊടുന്ന് വെക്കുക എന്നുള്ളതാണ്. കൊടുന്ന് വെച്ചതിന് ശേഷം നമുക്ക് വേണേൽ ഒന്ന് ഓപ്പോസിറ്റ് നല്ല രീതിയിൽ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പിക്സാർട്ടിൽ എഡിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് റൂമിലും കൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ എടുക്കാനായിട്ട് ഇതുപോലെ 2 മാച്ച് സ്റ്റിക്കുകൾ ഇതുപോലെ നല്ല ചേർന്ന് നിൽക്കുന്ന രീതിയിലൊരു ഫോട്ടോ എടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് ആ ഫോട്ടോ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ അടുത്തെത്തുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. അതിനായിട്ട് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് സെർച്ച് ബാറിൽ നിയോൺ ലവ് എന്ന് സെർച്ച് ചെയ്യാം. അഥവാ ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ലവിൻ്റെ ഹാർട്സിൻ്റെ പിക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ PNGs കിട്ടാൻ വേണ്ടിയിട്ടാണ് നിയോൺ ലവ് എന്ന് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് കളറായാലും കുഴപ്പമില്ല, നമുക്ക് ഹ്യൂ ചെയ്തിട്ട് ഏത് കളർ വേണമെങ്കിലും ആക്കിയെടുക്കാം.
അങ്ങനെ നമ്മൾ ഈ ഒരു എലമെൻ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എവിടെയാണോ കൊണ്ടുപോയി വെക്കാനുള്ളത് ആ രീതിയിലൊന്ന് കൊണ്ടുപോയി വെച്ചതിന് ശേഷം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഞാനിത് കൂടുതൽ കാണിച്ചു തരുന്നത് ഇതുപോലെ തന്നെ എല്ലാ രീതിയിലും നമുക്ക് എടുക്കാനുള്ള എലമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുന്ന് വെക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ലൈറ്റ് റൂമിലൊക്കെ എഡിറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇരിക്കും. അടുത്ത ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളൊരു ചവിട്ടി സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് 4 ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 4ാമത്തെ ലീഫിൻ്റെ മുകളിലായിട്ട് ചായയുള്ള ഒരു കപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇനി നമുക്ക് ആ ഫോട്ടോ പിക്ചറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ടെക്സ്റ്റിൽ നമ്മൾ ബി എന്ന ലെറ്റർ മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് വിനോദ് എന്നുള്ള പേര് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലൊരു ഫോട്ടോയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം BIN എന്നുള്ള രീതിയിൽ ഓരോ ലീഫിലും ഓരോ ലെറ്ററായിട്ട് നമ്മൾ കൊണ്ടുപോയി വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ കൊണ്ടുപോയി വെച്ച് നമ്മൾ നല്ലൊരു ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് നല്ലൊരു ടെക്സ്റ്റൊക്കെ വെച്ചതിന് ശേഷം നല്ല സ്യൂട്ടബിളായിട്ട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കുക. B1 I1 വെച്ചതിന് ശേഷം നമുക്ക് ആ ഫോട്ടോ നല്ല രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലൈറ്റ് റൂമും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഈ 3 ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് പിന്നെ വല്ല സംശയങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞത് വല്ല മനസ്സിലാവാത്ത കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അതിനുശേഷം മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതിന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.